അസ്സലാമലൈക്കും, നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. നമ്മളെ കൂടെ ചങ്ക് ബർസലുണ്ട്. ബർസലേ, എന്തുണ്ട് വിശേഷം? സുഖമല്ലേ? നല്ല മഴയാണ് പുറത്ത്. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നുള്ളത് കുവൈത്തിലെ വർണ്ണ വിസ്മയം എന്നൊക്കെ പറയാം. അപ്പൊ ഇതേ കുവൈത്തിലെ വണ്ടിയുള്ള ആൾക്കാർക്ക്, വെളിയിൽ പോകുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ഒന്നും അല്ല. അവരൊക്കെ ആദ്യം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോയിക്കോളും. ഇത് കുവൈത്തിൽ നിന്ന് നിർത്തിപ്പോയ ആൾക്കാരും അതുപോലെ തന്നെ കുവൈത്തിൽ നിന്ന് ഇങ്ങനെ റോഡിലേക്ക് കൂടെ കറങ്ങാനൊക്കെ അവസരം ഇല്ലാത്ത ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പോകുന്നുള്ളത്. പറഞ്ഞറിയിക്കുന്നില്ല, എന്താ പറയുന്നത്, കണ്ടിട്ട് മനസ്സിലാക്കാം. അപ്പൊ നേരെ ആ സ്പോട്ടിലേക്ക്. അങ്ങനെ നമ്മളിതാ 30-ാം നമ്പർ റോഡിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ സ്പോട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോഴാണ് അടിപൊളി മഴ. അപ്പോൾ ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ അപൂർവമായിട്ട് ഇവിടെ കാണാറുള്ളൂ. അപ്പോൾ കുവൈത്തിൽ നിന്ന് നിർത്തിപ്പോയ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ നമ്മളെ സ്പോട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളുടെ ലൈറ്റിൻ്റെ വിസ്മയം തുടങ്ങുന്നുണ്ട്. വർസല എങ്ങനെയുണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ? വൺ സെറ്റപ്പ് അല്ലേ? വെൽക്കം ടു അഹമ്മദി QC. അപ്പോൾ വെയിറ്റ് ചെയ്യ്, വീഡിയോയിൽ സ്കിപ്പ് ചെയ്യല്ല. കാണാൻ വേണ്ടി പോകുന്നുള്ളത് ഒരു വിസ്മയം തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇതാ വിസ്മയങ്ങൾ കണ്ടു തുടങ്ങി. അയ്യ, എന്താണ് കാണുന്നത് പരിസര? സംഭവം തന്നെ കേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതാ ആ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, ഇത് നേരിട്ട് വന്ന് കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ ഇത് നേരിട്ട് കാണാത്ത ആൾക്കാർ, വീഡിയോയിൽ മാത്രം കണ്ട ആൾക്കാരും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് 24-ാം തീയതി ആദ്യം വന്നതാണ്. ആ വരുന്ന സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറച്ച് കുറഞ്ഞ് ഇങ്ങോട്ട് എത്തി നോക്കുമ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് ശേഷം വീണ്ടും 25-ാം തീയതി, അതായത് ഇന്നലെ വീണ്ടും വന്നു. ഇന്നലെ വന്നു നോക്കുമ്പോൾ നല്ല തിരക്കാണ്, ട്രാഫിക്കാണ്. നമുക്ക് വിചാരിച്ചതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. എങ്കിലും പറ്റുന്നത് പോലെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിറയെ സെക്യൂരിറ്റിയും ട്രാഫിക്കും പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. വണ്ടി എവിടെ ഒതുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. കുറേ ശ്രമിച്ചു വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ റണ്ണിങ്ങിൽ തന്നെ കുറച്ച് വീഡിയോ എടുത്തു. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ 2 ദിവസം എടുത്ത വീഡിയോ ഉണ്ട്. 24-ാം തീയതിയും 25-ാം തീയതിയും, മഴയുള്ള ദിവസവും മഴയില്ലാത്ത ദിവസവും 2 ദിവസം എടുത്ത വീഡിയോ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ വണ്ടിയും സൗകര്യങ്ങളൊക്കെ ഉള്ള സുഹൃത്തുക്കൾ തീർച്ചയായും ഇത് വന്ന് നേരിട്ട് കാണണം. ഇതൊക്കെ നമുക്ക് വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം കോവിഡ് വന്നതിന് ശേഷം ഇങ്ങനത്തെ ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വീണ്ടും സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് KOC, അതായത് കുവൈത്ത് പെട്രോളിയം കമ്പനി, അവരുടെ കെയർ ഓഫിലാണ് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ. വർഷാവർഷം അവർ തന്നെയാണ് ചെയ്യുന്നുള്ളത്. അതുപോലെ പല സ്ഥാപനങ്ങളും പല ഏരിയയിലും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി, അതുപോലെ തന്നെ പല ഷോപ്പിംഗ് മാളുകൾ, എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിത് വന്ന് കാണണം എന്നൊക്കെ പറയാണ്ട് കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മളിപ്പോൾ കുറേ വർഷമൊക്കെ ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ഇവിടുന്ന് നിർത്തിയിട്ട് നാട്ടിലൊക്കെ പോയി, പിന്നെ ഇതൊക്കെ നമ്മളിങ്ങനെ വീഡിയോയിലും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ ഇത്ര വർഷം ജോലി ചെയ്തിട്ടും ഇതൊന്നും കണ്ടില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ്. ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗി തന്നെയാണ്. അതേപോലെ തന്നെ പിന്നെ കുവൈറ്റിൽ കാണേണ്ടത് നമ്മളെ കുവൈറ്റ് ടവറും നല്ല ലൈറ്റ് അലങ്കാരം ചെയ്തിട്ടുണ്ട്. അതും കാണാൻ നല്ല രസമാണ്. ഒക്കെ പോകുന്നുണ്ടെങ്കിൽ രാത്രി മാത്രമേ പോകാവൂ. രാത്രി മാത്രമേ ഇതൊക്കെ ഈ ഒരു ഭംഗിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് ഈ വീഡിയോ കുറേ ലെങ്തോ കാര്യങ്ങളൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അതിലേക്ക് കറങ്ങി നമ്മൾ വീണ്ടും തിരിച്ച് 212-ലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ലൈറ്റുള്ള സ്ഥലമാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പിന്നെ അഹമ്മദി മറ്റു ഭാഗങ്ങളിലൊക്കെ ലൈറ്റ് ഉണ്ട്, അത് ഇത്ര കൂടുതലില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ലൈറ്റ് ഉണ്ടാകുന്ന ഈ ഭാഗങ്ങളിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അഹമ്മദിയിലത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടു തിരിച്ച് പോകുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ച് കൊടുക്കുക. കാരണം ഈ കുവൈത്തിൽ നിന്നൊക്കെ നിർത്തിപ്പോയ ആൾക്കാരുണ്ടല്ലോ, കുറേ ആൾക്കാർ, അവർക്കൊക്കെ ഇത് കാണുമ്പോൾ നല്ലൊരു വൈബായിരിക്കും. ഇതൊക്കെ കണ്ട പെട്രോളിയം കമ്പനിയൊക്കെ അലങ്കരിച്ചത് എന്ത് രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.